ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില പരിപ്പ് കറി. മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ട് വെച്ച ഒഴിച്ചുകറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില 1 കപ്പ്, പരിപ്പ് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് 1/2 കപ്പ്, പച്ചമുളക് 2 പിളർന്നത് 3 എണ്ണം, നാളികേരം ചിരകിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 3 അല്ലി, സവോള നീളത്തിൽ കട്ട് ചെയ്തത് 1 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 5 എണ്ണം, വറ്റൽമുളക് മുറിച്ചത് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 3 കപ്പ്. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഒരു കുക്കറിലോട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ കുക്കറിൻ്റെ 3 വിസിൽ കേട്ടു. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു ബ്ലെൻഡറിലോട്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം, എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ. വെള്ളം അധികമായാൽ നാളികേരം അരയുകയില്ല. ഇത് അരച്ചെടുത്ത അരപ്പാണ്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇത് നമുക്കിനി തുറന്നു നോക്കാം. വെള്ളം കുറച്ചുകൂടി വേണം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലേക്ക് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. മുരിങ്ങയില പെട്ടെന്ന് വേകും. മുരിങ്ങയില ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴുകി കറിയിലോട്ട് ആഡ് ചെയ്യാം. അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം.
കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനെ അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇതിലോട്ടിനി കടുക് വറുത്തിടണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈയിങ് പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റുക. ഇതിനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില പരിപ്പ് കറിയിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ തനി നാടൻ മുരിങ്ങയില പരിപ്പ് ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.